നമസ്തേ, എൻ്റെ പേര് ജയശ്രീ എം. ഞാൻ ന്യൂറൽ മൈൻഡ് ആർക്കിടെക്റ്റാണ്. ന്യൂറൽ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ബേസ്ഡ് പോസിറ്റീവ് സൈക്കോളജിയാണ് ചെയ്യുന്നത്. സേജ് എന്ന ഒരു ഫ്രെയിംവർക്കിലാണ് എൻ്റെ മെത്തഡോളജി വർക്ക് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ് അവെയർനെസ്, അഡാപ്റ്റീവ് റീപ്രോഗ്രാമിംഗ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് എംപവേർഡ് ലിവിങ്. ഇതാണ് സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സേജിന് 4 പില്ലേഴ്സാണുള്ളത്. ഒന്ന് ന്യൂറോ സയൻസ് ആൻഡ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, 2 കമ്പ്യൂട്ടർ സയൻസ്, 3 പോസിറ്റീവ് സൈക്കോളജി, 4 സ്ക്രിപ്ചറൽ വിസ്ഡം. ഇങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശം കൊണ്ടാണ് ഇത്രയും കമ്പണൻസ് ആഡ് ചെയ്തിട്ട് ഈ സേജ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മളുടെ ഒരു ലോക്കൽ എക്കോ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജിയിൽ. ഫോർ എക്സാമ്പിൾ, US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു പശുവിന് കൊടുക്കുന്ന മരുന്ന് ഇന്ത്യയിൽ കൊടുത്താൽ അത് ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ലോക്കൽ എക്കോസിസ്റ്റം നമ്മളെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൽ ജീവിക്കുന്നവർക്ക് ഭാരതത്തിൻ്റേതായിട്ടുള്ള തനിമയിൽ ഉള്ള സൈക്കോളജിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ പുരാണങ്ങൾ, നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ്, ഇവയിലെല്ലാം നമ്മളുടെ എത്രയോ ജനറേഷൻസിൻ്റെ ജീവിതം വാർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിക്കാൻ കാരണം ഞാൻ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പരിശീലനം ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണ പറയും ബ്രെയിനിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോസസ്സറിനെ ഹ്യൂമൻ ബ്രെയിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ നമ്മൾക്ക് ബ്രെയിനിനെയും പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ലേ? ഇൻപുട്ട് ഡിവൈസസ് കളക്ട് ചെയ്യുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഒരു CPU പ്രോസസ്സ് ചെയ്യും. അത് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടിയിട്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കളക്ട് ചെയ്യുന്ന ഇൻപുട്ട്, അത് കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഇങ്ങനെയുള്ള 5 വിധത്തിലുള്ള ഇൻപുട്ട് നമ്മളുടെ ബ്രെയിൻ സ്വീകരിക്കുന്നു. അത് പ്രോസസ്സ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതിനെല്ലാം അനുസരിച്ചിട്ട് ഔട്ട്പുട്ടായിട്ട് വരുന്നത് നമ്മളുടെ ബിഹേവിയറാണ്. ആ ബിഹേവിയർ പാറ്റേൺസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ സൈക്കോളജിയെ കാണുക എന്നുള്ളതായിരുന്നു എനിക്ക് സ്വാഭാവികമായിട്ട് വന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലാണ്. പിന്നെ ഞാൻ പോസിറ്റീവ് സൈക്കോളജിയിലാണ് സർട്ടിഫൈ ചെയ്തത്. അവിടെ ഒരു മനുഷ്യനുണ്ടാകാവുന്ന സാധാരണ ഇമോഷൻസ് എന്തൊക്കെയാണ്, ആ ഓരോ ഇമോഷൻസിനെയും എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവാണ്. അതായത് ദേഷ്യം വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും, സങ്കടം വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ വല്ലാതെ നെഗറ്റീവ് ഇമോഷൻസ് കൂടുമ്പോൾ അതിനകത്ത് പെട്ടുപോവുകയാണ്. അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അമിഗ്ദാല ഹൈജാക്കിംഗ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ചെറിയ കുട്ടികളാണെങ്കിലും വേറൊരാളെ കുത്താനും ഉപദ്രവിക്കാനും ഒക്കെ പോകുന്നത്. അവരുടെ ജീവിതം അതോടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ബേസിക് അവെയർനെസ് ഉണ്ടായിരിക്കണം നമ്മളുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ 2 തരത്തിലാണ് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പോസിറ്റീവ് ഇമോഷൻസ്, 2 നെഗറ്റീവ് ഇമോഷൻസ്. ഇതാണ് ജനറലി പറയുന്നത്. പോസിറ്റീവ് ഇമോഷൻസിന് ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും, പക്ഷേ നെഗറ്റീവ് ഇമോഷൻസിന് വളരെ വലിയ ഇൻറ്റൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് അത്ര അപകടകരമാകുന്നത്. ഇപ്പം നമ്മളുടെ ബിഹേവിയറിൽ ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ എൻ്റെ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒബ്സർവ് ചെയ്ത് നടപ്പിൽ വരുത്തിയൊരു കാര്യം ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഇമോഷൻ എന്ന് പറഞ്ഞാൽ, ദേഷ്യം വരികയാണെങ്കിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ദേഷ്യം വരുന്നുണ്ട്, എത്ര ഇൻറ്റൻസിറ്റിയിൽ ദേഷ്യം വരുന്നുണ്ട്, അത് എത്ര ഡ്യൂറേഷനിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തന്നെത്താൻ പഠിച്ചു കഴിഞ്ഞാൽ സെൽഫ് അവെയർനെസ് കൂടും. അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസും അക്കാഡമിക് എക്സ്പീരിയൻസും ഒരുപാടുള്ളത് കൊണ്ട് ധാരാളം കുട്ടികളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് സമയത്തെ ഒരു വികാര വിക്ഷോഭത്തിലാണ് കുട്ടികൾ ഒരുപാട്
പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഞാൻ 2005 ഒരു സ്റ്റുഡൻറ്റ് സൂയിസൈഡ് ചെയ്തപ്പോഴാണ് സൈക്കോളജിയിലേക്ക് വന്നത് തന്നെ. പിന്നീട് എനിക്കതൊരു പാഷനായിട്ട് മാറുകയായിരുന്നു. ആൻഡ് ഒരുപാട് പേരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഒരുപാട് പേരുമായിട്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഈ സൈക്കോളജിയിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ സ്ക്രിപ്ചറൽ വിസ്ഡം ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഭഗവത്ഗീതയിൽ അർജുനൻ വിഷാദത്തിൽ പെട്ടിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്താണ് പെർമനൻറ്റ് ചേഞ്ചാണ് വരുത്തുന്നത്. അല്ലാതെ അടുത്ത ആഴ്ച വീണ്ടും കൗൺസിലിംഗ്, ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൗൺസിലിംഗ് എന്നുള്ളതല്ല. അപ്പോൾ തന്നെ അർജുനൻ്റെ മനസ്സ് റെഡിയാവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഭഗവത്ഗീതയുടെ ആ ഒരു ത്രെഡ് നമ്മൾക്ക് സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു റിലിജിയൻ്റെ കാര്യം എന്നുള്ള നിലയ്ക്കല്ല എടുക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കോതെറാപ്പിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആൻഡ് ടെക്നിക് എന്ന് തന്നെ പറയാൻ സാധിക്കും. സോ സേജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ് അവെയർനെസ് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് മെമ്മറീസ് ഇതിനെയെല്ലാം വളരെ സോഫ്റ്റായിട്ട് നമ്മളുടെ അവെയർനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്കറിയാം, ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ മെമ്മറിയിൽ കിടക്കുന്ന ട്രോമാറ്റിക് മെമ്മറീസിനെ നമുക്ക് അവെയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. നല്ല ഒരു പെർസെപ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് അഡാപ്റ്റീവ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈ റീപ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡിനാണ് പറയുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമ്മൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരും. ഇതെല്ലാം ഉണ്ടെങ്കിൽ വി ഗെറ്റ് ഇൻ ടു എംപവേർഡ് ലിവിങ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. സാധാരണഗതിയിൽ ഒരു 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സേജ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് കിട്ടുന്നത് കാംനെസ് ആണ്. കാംനെസ് കിട്ടിക്കഴിഞ്ഞാൽ മൈൻഡിൽ ക്ലാരിറ്റി വരാൻ തുടങ്ങും. കാംനെസ് ആൻഡ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അടുത്തത് കോൺഫിഡൻസ് ആണ് വരുന്നത്. സോ ദിസ് വിൽ ലീഡ് യു ടു എൻത്യൂസിയാസം. എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹത്തിലേക്ക് വരും എൻത്യൂസിയാസം വരുമ്പോൾ. അങ്ങനെ ഇത്രയും കമ്പണൻസ് വന്നു കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് കിട്ടുന്നതാണ് എംപവേർഡ് ലിവിങ് അല്ലെങ്കിൽ എക്സലൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ വെൽ ഡിഫൈൻഡ് ആണ്. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് സേജ് വർക്ക്ഷോപ്പ്. ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടും എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു 70-75 വയസ്സ് വരെയുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടും. ആർക്കൊക്കെയാണോ മെമ്മറി അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അവർക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. അതായത് മെമ്മറിയിൽ ട്രോമാറ്റിക് മെമ്മറി എടുക്കും. നമുക്ക് അറിയാം ബ്രെയിൻ്റെ നെഗറ്റീവ് ബയസ് കാരണം ട്രോമാറ്റിക് മെമ്മറീസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മളുടെ പെർസെപ്ഷൻ മാറിക്കഴിയുമ്പോൾ നമ്മളുടെ ഭൂതകാലത്തിലുള്ള പരാജയങ്ങളെയെല്ലാം നമ്മൾ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മളുടെ പെർസെപ്ഷനാണ് മാറുന്നത്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും കൂടുതൽ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരാളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ, പാസ്റ്റിനെ മുഴുവനായിട്ട് വിട്ടുകളഞ്ഞാൽ അയാൾക്ക് പിന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതു സമയവും ഹോണ്ടിങ് മെമ്മറീസ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ഇനി പല തരത്തിലുള്ള ആൾക്കാരെയും എനിക്ക് ഈ സെഷൻസിൽ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടിസിപ്പൻസിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, കോർപ്പറേറ്റ്സ്, അതുപോലെ തന്നെ ഹൈലി അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രായമോ നമ്മളുടെ പഠന യോഗ്യതയോ നമ്മളുടെ എക്സ്പീരിയൻസോ ഒന്നുമല്ല ഒരാളുടെ മനസ്സിനെ തളർത്താനായിട്ട് ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ്. മൈൻഡ് വീക്കായിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾക്കൊരു ചെറിയ കാര്യം മതി നമ്മളെ വിഷമിപ്പിക്കാനായിട്ട്. ആരോഗ്യമുള്ള ഒരാൾക്കൊരു 50 കിലോ പൊക്കണമെങ്കിൽ സാധിക്കും. പനി പിടിച്ചിരിക്കുന്ന ആൾക്ക് 5 കിലോ പോലും പൊക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് മനസ്സിൻ്റെ സ്ഥിതി. ഇപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് യുവർ ബ്രെയിൻ ന്യൂറോൺസ് യൂസിങ് ലാംഗ്വേജ്. അപ്പോൾ അതിന്
സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ത്രൂ ലൈറ്റ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് അറ്റൻഷൻ ഇങ്ങനെയുള്ള ഒരു ഇതിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പാട്ട് കണ്ണടച്ചിരുന്ന് കേൾക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട്, അതാണ് സോഫ്റ്റ് അവെയർനെസ്, വളരെ സിമ്പിളായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഡീപ്പർ ഡയമെൻഷൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ റീപ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ശരിക്കും നമ്മൾക്കൊരു വ്യത്യാസം ഉടനെ തന്നെ വരുന്നതുകൊണ്ട് അത് തന്നെയുമല്ല, അതൊരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് സേജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ഭാഷ മനസ്സിലാകുന്നവർക്ക് സാമാന്യ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് എൻ്റെ ഒരു വിഷനായിട്ട് മാറിയത് എൻ്റെ പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ഒരു വിഷനുണ്ട്, എ സ്മൈൽ ഓൺ എവറി ഫേസ്. അപ്പോൾ എൻ്റെ സ്വന്തം സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന് ആലോചിച്ച് തുടങ്ങിയ ഒരു വിഷനാണിത്. അതാണ് വേർഡ് ഓഫ് മൗത്തിൽ ആൾക്കാർ പറഞ്ഞു കേട്ടാണ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയത്. ഇതുവരെ 6300ഓളം പാർട്ടിസിപ്പൻസ് ആയിക്കഴിഞ്ഞു. കൂടുതൽ നല്ല മനസ്സുകളുടെ കൂടെ വീണ്ടും കൂടുതൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.